നമസ്കാരം. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇതാണ് ചക്കച്ചുള. നല്ല മൂത്ത ചക്ക, പച്ച ചക്കേനെ ഉണക്കിയതാണ് ഈ കാണുന്നത്. എത്ര വർഷങ്ങളിരുന്നാലും കേടാവില്ല. ഇത് കണ്ട് നല്ല കിലുകില് പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊടിച്ച് പുട്ടുപൊടിയാക്കിയിട്ട് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് നമുക്ക് ചക്കത്തോരൻ പോലെ ഉണ്ടാക്കാം ചക്ക കിട്ടാത്ത സമയത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോർമലി നമ്മൾ വെറുതെ അരിഞ്ഞ് ഉണക്കിയാൽ പോരാ, അപ്പോൾ അത് ഉച്ചൂത്തി കേടാവും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. നല്ല മൂത്ത ചക്കയായിരിക്കണം. അതിനെ നമ്മൾ നല്ല അതിൻ്റെ ചവിണിയും ഇതൊക്കെ കളഞ്ഞ് നന്നായി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞതിന് ശേഷം നന്നായി വെള്ളം തിളപ്പിക്കുക എന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ തിളയ്ക്കണം. ഓക്കെ, തിളയ്ക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ അരിഞ്ഞ ചക്ക, പച്ച ചക്ക അതിലേക്ക് ഇടുക. ഇട്ടിട്ട് അപ്പം തന്നെ കോരിയെടുക്കുക. അപ്പം തന്നെ അതിൽ അധികം നേരം ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് വെവ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടാവും, പുളിപ്പുളി പോലെയാവും. അപ്പോൾ അതിൽ ഇടുക, ഒന്ന് ഇളക്കുക, അപ്പം തന്നെ കോരിയെടുക്കുക. അങ്ങനെ എത്ര നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ അത് ഈ തിളച്ച വെള്ളത്തിൽ വെള്ളം എപ്പോഴും തിളച്ചിരിക്കണം കേട്ടോ. വെറുതെ അങ്ങനെ ചൂടായ പോരാ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇത് ഇടുക, അപ്പം തന്നെ കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് വെയിലത്തിട്ട് നന്നായി ഉണക്കുക. ഉണക്കിയാൽ ഇതേപോലെ ഇങ്ങനെ കിലുക്കില് പോലെ ഇങ്ങനെ ഉണങ്ങി കിട്ടും. ഓക്കെ, ഇതിങ്ങനെ എത്ര വർഷം വെച്ചാലും കേടാവില്ല. ഇത് നന്നായി പൊടിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലം കളയണ്ട. ചക്ക ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.